ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 12-ാം അധ്യായത്തിൽ ശലോമോൻ്റെ മകൻ റഹബെയാം യഹൂദയുടെ രാജാവായി ഭരണം നടത്തുന്നതും അതിനുശേഷം അദ്ദേഹം മരിച്ച ശേഷം തൻ്റെ മകനായ അബിയ രാജാവാകുന്നത് നമ്മൾ വായിച്ചു. ഈ 13-ാം അധ്യായത്തിൽ അബിയയുടെ ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, യഹൂദയുടെ രാജാവായിട്ട് അബിയ ഭരണമേൽക്കുന്നു. ഇസ്രായേലിൽ രാജാവായിരിക്കുന്നത് യൊരോബെയാമാണ്. ഈ യൊരോബെയാം നമുക്കറിയാം ഒരു കാലത്ത് സോളമൻ്റെ ദാസനായിരുന്നു. അദ്ദേഹം സോളമനെതിരായി കുറേ ആളുകളെ കൂട്ടുകയും എന്നാൽ സോളമനോട് ജയിക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. സോളമന് ശേഷം തൻ്റെ മകൻ രഹബെയാം രാജാവാകുന്നത് അറിഞ്ഞ് അദ്ദേഹം വീണ്ടും വരികയും ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് റഹബെയാം നമുക്കറിയാം പാർശ്വവർത്തികളുടെ വാക്കുകൾ കേട്ട് മുതിർന്നവരുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞ് പാർശ്വവർത്തികളുടെ വാക്കുകൾ കേട്ട് ഞാൻ നിങ്ങളെ കൂടുതൽ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഈ യൊരോബെയാം ഇസ്രായേലിലെ ആളുകളെ കൂട്ടി ആ ജനത്തിൻ്റെ രാജാവായി അദ്ദേഹം മാറുകയാണ്. റഹബെയാമിൻ്റെ കാലത്ത് യൊരോബെയാമിന് ഒരിക്കലും റഹബെയാമിനെ ജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ശേഷം അബിയ വന്നപ്പോൾ അവനോട് യുദ്ധം ചെയ്യുവാൻ അദ്ദേഹം ഇവിടെ തയ്യാറാവുകയാണ്. ആ യുദ്ധത്തിൽ നമുക്കറിയാം, ഇവിടെ അബിയ 4 ലക്ഷം യോദ്ധാക്കളെ അവിടെ തയ്യാറാക്കിയപ്പോൾ യൊരോബെയാം 8 ലക്ഷം യോദ്ധാക്കളെ അവിടെ തയ്യാറാക്കുകയാണ്. ഇരട്ടി പടയാളികൾ അദ്ദേഹത്തിനുണ്ട്. ആ സമയത്ത് അബിയ നടത്തുന്ന ഒരു പ്രസ്താവന നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യഹോവ എൻ്റെ പിതാവായ ദാവീദുമായിട്ടാണ് ലവണ നിയമം ചെയ്തിരിക്കുന്നത്. ലവണ നിയമം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശാശ്വത നിയമം എന്നാണ്. ഞങ്ങളുടെ പൂർവ്വപിതാവായ ദാവീദിനോട് ചെയ്തതായ ആ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ഞങ്ങളാണ്. ഞങ്ങൾ യഹോവയെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നൊരു വിശ്വാസ പ്രഖ്യാപനം, ഒരു ദൃഢനിശ്ചയം അബിയ മലമുകളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. യൊരോബെയാം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ശലോമോന് ശേഷം ഇസ്രായേൽ ജനം യെരൂശലേമിൽ ആരാധനയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി കാളക്കുട്ടികളെ ഉണ്ടാക്കുകയും മൃത്യാമൂർത്തികളെ ഉണ്ടാക്കുകയും നിന്റെ ദൈവമായ കർത്താവ് ഇതാണെന്ന് പറഞ്ഞ് അവരെ ആരാധിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ ഭൂരിപക്ഷം ജനത്തെ 10 ഗോത്രങ്ങളെ തൻ്റെ കൂടെ അദ്ദേഹം ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, റഹബെയാമിൻ്റെ കൂടെ യഹൂദിയായും ബെന്യാമീൻ ഗോത്രങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെയാണ് യെരൂശലേം ദേവാലയം. അവിടെ തലസ്ഥാനമാണ് ജെറുസലേം. അവിടെയാണ് ദൈവത്തിൻ്റെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങളിവിടെ ബിംബാരാധനയാണ് നടത്തുന്നത്. യഹോവയായ ദൈവം ഞങ്ങളുടെ കൂടെയാണ്. നീ എന്താണ് ചെയ്തത്? ലേവ്യരെയും പുരോഹിതന്മാരെയും ഒക്കെയും നീ അവിടുന്ന് തുരത്തിയിട്ട് നീ സ്വന്തമായി പുരോഹിതന്മാരെ ഉണ്ടാക്കി ബിംബാരാധന അവിടെ നടത്തുന്നവരാണ്. നിങ്ങൾക്കൊരിക്കലും യഹോവയായ ദൈവത്തോടൊപ്പം നിൽക്കുന്ന ഞങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. 10-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, കർത്താവാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ അവനെ ഒരിക്കലും പരിത്യജിച്ചിട്ടില്ല. ഞങ്ങളെ ഇന്ന് സഹായിക്കുവാൻ അഹറോന്റെ മക്കളായ പുരോഹിതന്മാരിൽ ലേവ്യരുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധ കാഹളം മുഴക്കാൻ പോകുന്നത് അവരാണ്. രാവിലെയും വൈകിട്ടും ദൈവത്തിന് ഞങ്ങൾ ദഹനബലി അർപ്പിക്കുന്നവരാണ്.
സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നവരാണ്. സന്ധ്യാസമയത്ത് ഞങ്ങൾ ധൂപം അർപ്പിക്കുന്നവരും വിളക്ക് തെളിയിക്കുന്നവരുമാണ്. യഹോവയുടെ കൽപ്പനയൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. എങ്ങനെയാണ് ദൈവവുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതെന്ന് ആരാധനയിലൂടെ ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ കർത്താവാണ്. നിനക്ക് ആൾബലമുണ്ട്, മറ്റെല്ലാ സംവിധാനവും നിനക്കുണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കലും നിനക്ക് ഞങ്ങളെ ജയിക്കാൻ സാധിക്കുകയില്ല. കാരണം നീ യുദ്ധം ചെയ്യുന്ന കർത്താവിനോടാണ്. നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിലും കൗരവന്മാരാണ് കൂടുതൽ. അവർ 100 പേരുണ്ട്, മറ്റേടത്ത് വെറും 5 പേര് മാത്രമേ ഉള്ളൂ പാണ്ഡവന്മാർ. ശ്രീകൃഷ്ണൻ അവരുടെ കൂടെയാണ്. അവരാണ് ആത്യന്തികമായി യുദ്ധം ജയിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെയും യഹോവയായ ദൈവം അബിയായുടെ കൂടെയുണ്ട്. അവന് 4 ലക്ഷം പേരേ ഉള്ളൂ, മറ്റേടത്ത് 8 ലക്ഷം ഉണ്ടെങ്കിലും അബിയ വളരെ ധൈര്യത്തോടുകൂടി പ്രത്യാശയോടുകൂടി നടത്തുന്ന വലിയ പ്രഖ്യാപനമാണിത്. ഞങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും, ഞങ്ങൾ യഹോവയുടെ കൽപ്പനയെ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്കറിയാം, ഇത് കഴിഞ്ഞപ്പോൾ യെരോബെയാം ഒരു വലിയ തന്ത്രശാലിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആക്രമിക്കുവാനുള്ള ക്രമീകരണം ചെയ്തു. സാധാരണ മുന്നിൽ നിന്നാണ് യുദ്ധം ചെയ്യുക, എന്നാൽ അവരറിയാതെ അവരുടെ പിന്നിൽ നിന്നും അവരെ തുരത്താനുള്ള ഒരു ക്രമീകരണം അദ്ദേഹം ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ അനുഭവം നമുക്കുണ്ടാവാറുണ്ട്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നമുക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നതായ സാഹചര്യം. ആ സമയത്ത് നമ്മൾ വായിക്കുന്നു, അവർ യഹോവയായ ദൈവത്തോട് അവർ നിലവിളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അബിയായും അല്ലെങ്കിൽ യഹൂദയിലുള്ളതായ ജനവും ദൈവത്തോട് നിലവിളിച്ചു. ആ സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. കാഹളം, പുരോഹിതന്മാർ അവരോടൊപ്പമുണ്ട്. അവർ കാഹളം മുഴക്കിയ ഉടനെ ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ ഈ അബിയയുടെ ജനം ആർത്തു വിളിച്ച ഉടനെ യെരോബെയാമിൻ്റെ പടയാളികൾ ഭയപ്പെട്ട് ചിതറിയോടി നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അങ്ങനെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിച്ചതിനാൽ അവർ യുദ്ധം ജയിച്ചുവെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കുന്നത് അബിയായുടെ കാലത്തൊരിക്കലും പിന്നീട് യെരോബെയാമിന് അബിയായെ ജയിക്കാൻ സാധിച്ചില്ല എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ യുദ്ധം പിശാചുമായിട്ടുള്ളതാണ്. പിശാചാണ് നമ്മുടെ ശത്രുവിന് നമുക്കറിയാം. ആ ശത്രുവിനോട് ജയിക്കുവാൻ നമ്മൾ ദൈവത്തോടൊപ്പമാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അബിയായോട് ചേർന്ന് യഹോവയായ ദൈവമുണ്ടായിരുന്നത് കൊണ്ടാണ് ആ വലിയ സമൂഹത്തെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും, ഏതൊരു വേദനാജനകമായ അനുഭവത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് ദൈവത്തോടൊപ്പം നിൽക്കുമ്പോഴാണ്, ദൈവം നമ്മളോടൊപ്പമായിരിക്കുമ്പോഴാണ്. അതിന് അവർ പറഞ്ഞതുപോലെ രാവിലെയും വൈകിട്ടും ഞങ്ങൾ ദഹനബലി അർപ്പിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങളോടൊപ്പമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിലും പിശാചിൻ്റെ യുദ്ധം എപ്പോഴും നമുക്കുണ്ട്. പിശാചിയ പ്രലോഭനങ്ങൾ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകണം. ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടുള്ള ആരാധനയും നമുക്ക് ഉണ്ടാവണം. നമ്മൾ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കുണ്ടാവുക. ആ വലിയ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.